أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله بحسب جماله وكماله. ബാബു മാ ജാഅ ഫീ സിഫത്തി സൈഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളിനെ കുറിച്ച് പറയുന്നതാണ്. വാള് ഒരു പ്രതാപത്തിന്റെയും ഒരു ഭരണാധികാരിയുടെ പ്രതാപത്തിന്റെയും ചില സംസ്കാരങ്ങളുടെയും ഒക്കെ ഭാഗം കൂടിയാണ്. കേവലം ഒരു ആയുധം എന്നത് മാത്രമല്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും സൗന്ദര്യവും അനുബന്ധ കാര്യങ്ങളും ഓർത്തെടുത്തും അയവിറക്കിയും അനുരാഗപൂർണമുള്ള ഒരു ആത്മീയ സഞ്ചാരത്തിന്റെ ഭാഗമാക്കി ഇത് മാറേണ്ടതുണ്ട്. അവിടുത്തോട് ബന്ധപ്പെട്ട വസ്തുക്കൾ, പ്രദേശങ്ങൾ എല്ലാം പ്രധാനമാണ്. حدثنا محمد بن بشار أخبرنا وهب بن جرير أخبرنا أبي عن قتادة عن أنس رضي الله عنه قال كانت قبيعة سيف رسول الله صلى الله عليه وسلم من فضة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളിന്റെ പിടിയിലുണ്ടായിരുന്ന കൊത്തുപണികൾ വെള്ളി കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ വാളിന്റെ പിടി അങ്ങനെയും വരാം. അതല്ലെങ്കിൽ വാള് തെറിച്ചു പോകാതിരിക്കാൻ വെച്ചിട്ടുള്ള വളയം, അത് വെള്ളി കൊണ്ടായിരുന്നു. حدثنا محمد بن بشار أخبرنا معاذ بن هشام قال حدثني أبي عن قتادة عن سعيد بن أبي الحسن قال كانت قبيعة سيف رسول الله صلى الله عليه وسلم من فضة. മേൽ പറഞ്ഞ അതേ ആശയമുള്ള ഹദീസ്. حدثنا أبو جعفر محمد بن الصدران البصري أخبرنا طالب بن حجير عن هود وهو بن عبد الله بن سعيد عن جده قال دخل النبي صلى الله عليه وسلم مكة. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചു. യൗമൽ ഫത്ഹി, മക്ക വിജയത്തിന്റെ. വഅലാ സൈഫിഹി ദഹബുൻ വഫില്ലത്തുൻ. അവിടുത്തെ വാളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അംശമുണ്ടായിരുന്നു. അത് ലേപനമായിട്ടും കൊത്തുപണിയായിട്ടും ഒക്കെ വരാം. قال طالب فسألته عن الفضة فقال كانت قبيعة السيف فضة. വാൾപ്പിടിയുടെ കൊത്തുപണികൾ വെള്ളിയായിരുന്നു. ശത്രുവിന്റെ മുമ്പിൽ തിളങ്ങുന്ന വാൾ, അതിന്റെ തിളക്കം പ്രകാശിതമാകാൻ ഇനിയുമാകാം. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന വിധത്തിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്ന് വ്യാഖ്യാതാക്കൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. حدثنا محمد بن شجاع البغدادي أخبرنا أبو عبيدة الحداد عن عثمان بن سعد عن ابن سيرين قال صنعت سيفي على سيف سمرة بن جندب. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാള് ഞാൻ നിർമ്മിച്ചത് സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ അതേ മാതൃകയിലാണ്. സമുറത്ത് എന്നവര് പറഞ്ഞു, അന്നഹു സനഅ സൈഫഹു അലാ സൈഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളിന്റെ മാതൃകയിലാണ് സമുറത്ത് എന്നവര് വാളുണ്ടാക്കിയത് എന്ന് പറഞ്ഞു. വകാന ഹനഫിയൻ, അത് ബനു ഹനീഫ ഗോത്രക്കാര് വാള് നിർമ്മാണത്തിൽ പ്രസിദ്ധരായിരുന്നു. അവരുണ്ടാക്കുന്ന മാതൃകയിലായിരുന്നു. ഇന്ത്യൻ വാളിനെ കുറിച്ചും പരാമർശമുണ്ടല്ലോ. മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഇന്ത്യൻ വാളുകളെ കുറിച്ച്. അതുപോലെ ബനു ഹനീഫ ഗോത്രക്കാരുടെ വാള് നിർമ്മാണം. ഓരോ ഗോത്രക്കാരും ഓരോ ദേശക്കാരും വ്യത്യസ്ത നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധരാണ്. നമ്മുടെ നാടുകളിലും
അങ്ങനെ ഓരോ നാടുകളോട് ചേർന്ന് ഉൽപ്പന്നങ്ങൾ അറിയപ്പെടും. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. حدثنا عقبة بن مكرم البصري حدثنا محمد بن بكر عن عثمان بن سعد بهذا الإسناد نحوه. باب ما جاء في صفة درع رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയങ്കിയെ കുറിച്ചുള്ള അധ്യായമാണ്. حدثنا أبو سعيد عبد الله بن سعيد الأشج أخبرنا يونس بن بكير عن محمد بن إسحاق عن يحيى بن عباد بن عبد الله بن الزبير عن نبيه عباد عن جده عبد الله بن الزبير عن الزبير رضي الله عنه وعنهم زبير بن العوام قال كان على النبي صلى الله عليه وسلم يوم أحد درعان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ മേൽ ഉഹദിന്റെ അന്ന് 2 പടയങ്കി ഉണ്ടായിരുന്നു. ഫനഹള ഇല സഖറത്തി, ഒരു പാറയുടെ മേലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ ഫലം യസ്തത്തി, അവിടത്തേക്ക് സാധിച്ചില്ല. ഫഖഅദ ത്വൽഹത തഹ്തഹു, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ആ പാറയുടെ താഴെ ഇരുത്തി. فصعد النبي صلى الله عليه وسلم حتى استوى على الصخرة. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് ആ പാറയുടെ മേലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി. قال فسمعت النبي صلى الله عليه وسلم يقول, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കേട്ടു. ഔജബ ത്വൽഹത്തു, ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഇത്രമേൽ വലിയൊരു സേവനം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടി. സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബീ ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. അപ്പോൾ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർണായകമായ സേവനം ചെയ്ത സ്വഹാബി, സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ള സ്വഹാബി, അവരിൽ പ്രമുഖരായ 10 പേരിൽ ഒരാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പടയങ്കി ധരിച്ചു. حدثنا ابن ابي عمر حدثنا سفيان بن عيينة عن يزيد بن خصيفة عن السائب بن يزيد أن رسول الله صلى الله عليه وسلم كان عليه يوم أحد درعان, 2 പടയങ്കി ഉണ്ടായിരുന്നു. قد ظاهر بينهما, ഒന്നിനു മേൽ ഒന്നെന്ന നിലയിൽ ഉണ്ടായി. വാളിന്റെ വെട്ടും മറ്റുമൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന പടച്ചട്ടയാണ്. ബാബു മാ ജാഅ ഫീ സിഫത്തി മിഗ്ഫരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പട തൊപ്പി അല്ലെങ്കിൽ തലയങ്കി. حدثنا قتيبة بن سعيد حدثنا مالك بن أنس رضي الله عنه وعنه عن ابن شهاب عن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم دخل مكة وعليه مغفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന്റെ അന്ന് മക്കയിലേക്ക് വരുമ്പോൾ പടയങ്കി പടത്തൊപ്പി ധരിച്ചിരുന്നു. ഫഖീല ലഹു, അപ്പോൾ അവിടുത്തോട് അറിയിക്കപ്പെട്ടു, ഹാദാ ഇബ്നു ഖത്തലിൻ മുതഅല്ലിഖുൻ ബി അസ്താരിൽ കഅബ. ഇബ്നു ഖത്തൽ, അദ്ദേഹം അബ്ദുൽ ഉസ്സ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കഅബത്തിന്റെ പുതപ്പിനോട്, അതിന്റെ വിരിയോട്, വിരിയിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. ഫഖാല ഖുതുലൂഹു, അദ്ദേഹത്തെ കൊല്ലൂ, നേരത്തെ കൊല്ലാൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിനെ അവിടുന്ന് പിടിക്കപ്പെട്ടു. ഫഖുതില ബൈനൽ മഖാമി വസ്സംസം, അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ പിടിക്കപ്പെട്ടു.
കൊല്ലപ്പെടുകയും ചെയ്തു. ഉഖ്തുലൂഹു ഫഖാല ഖുത്ലൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലൂ എന്ന് പറഞ്ഞു. ഇബ്നു ഖത്തലിൻ മുതഅല്ലിഖുൻ ബിഅസ്താരിൽ കഅബ. حدثنا عيسى بن احمد وحدثنا عبد الله بن وهب حدثني مالك بن انس بن ابن شهاب بن انس بن مالك رضي الله عنه ان رسول الله صلى الله عليه وسلم دخل مكة عام الفتح. മക്ക വിജയത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. അലാ റഅസിൽ മിഗ്ഫറു, പടത്തൊപ്പി ധരിച്ചിട്ടുണ്ടായിരുന്നു. قال فلما نزعه جاء رجل فقال ابن خطل متعلق بأستار الكعبة, കഅബയുടെ പുതപ്പിൽ ഇബ്നു ഖത്തൽ ഉണ്ട്. ഫഖാല ഖുത്ലൂഹു, അദ്ദേഹത്തെ കൊന്നോളൂ എന്ന് ഓർഡർ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടത്തൊപ്പി ധരിച്ചിരുന്നു. മക്ക ഫതഹിന്റെ അന്ന് അവിടുത്തെ ശിരസിൽ അണിഞ്ഞിരുന്നു എന്നെല്ലാം അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ബാബു മാ ജാഅ ഫീ സിഫത്തി ഇമാമത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിനെ കുറിച്ച്. حدثنا محمد بن بشار اخبرنا عبد الرحمن بن مهدي عن حماد بن سلمة تحويل الاسناد وحدثنا محمود بن غيلان حدثنا وكيع عن حماد بن سلمة عن ابي الزبير عن جابر قال دخل النبي صلى الله عليه وسلم مكة يوم الفتح. ഫത്ഹ് മക്കയുടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ വഅലൈഹി ഇമാമത്തുൻ സൗദാഉ, കറുത്ത തലപ്പാവണിഞ്ഞിരുന്നു. حدثنا ابن ابي عمر حدثنا سفيان عن مصعب بن الوراق عن جعفر بن عمرو بن حريث النبي قال رأيت النبي صلى الله عليه وسلم وعليه عمامة سوداء, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കറുത്ത തലപ്പാവണിഞ്ഞതായിട്ട്. حدثنا محمود بن غيلان ويوسف بن عيسى قال حدثنا وكيع عن مصعب بن الوراق عن جعفر بن عمرو بن حريث النبي أن النبي صلى الله عليه وسلم خطب الناس, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഖുത്ബ നടത്തി, സംഭാഷണം നടത്തി. വഅലൈഹി ഇമാമത്തുൻ സൗദാ, കറുത്ത തലപ്പാവണിഞ്ഞുകൊണ്ട്. حدثنا هارون بن اسحاق الحمداني حدثنا يحيى بن محمد المديني عن عبد العزيز بن محمد عن عبيد الله بن عمر النافع عن ابن عمر رضي الله عنه قال كان النبي صلى الله عليه وسلم إذا اعتم سدل عمامته بين كتفيه, അവിടുത്തെ ചുമലുകൾക്കിടയിലൂടെ അതിന്റെ വാല് തൂക്കിയിട്ടിരുന്നു. قال نافع وكان ابن عمر رضي الله عنه يفعل ذلك, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു. قال عبيد الله ورأيت القاسم بن محمد وسالما يفعلان ذلك, രണ്ടുപേരെയും അപ്രകാരം ഞാൻ കണ്ടിട്ടുണ്ട്. സാലിം എന്നവരും ഖാസിം എന്നവരും അങ്ങനെ അണിയുന്നത്. حدثنا يوسف بن عيسى حدثنا وكيع أخبرنا أبو سليمان هو عبد الرحمن بن الغسيل عن إكرمة عن ابن عباس أن النبي صلى الله عليه وسلم خطب الناس وعليه عمامة دسماء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബ നടത്തുമ്പോൾ അവിടുത്തെ തലപ്പാവ് കണ്ടു. ദസ്മാഉ, മുടിയിലെ സുഗന്ധത്തിന്റെ പാടുകൾ പതിഞ്ഞ ഒരു തലപ്പാവ് ഞാൻ കണ്ടു. മുടിയിൽ തേച്ചിട്ടുള്ള സുഗന്ധത്തിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു തലപ്പാവ് ഞാൻ കണ്ടു. ബാബു മാ ജാഅ ഫീ സിഫത്തി ഇസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമുണ്ട്, അരത്തുണി. حدثنا احمد بن منيع اخبرنا اسماعيل بن ابراهيم حدثنا ايوب عن حميد بن هلال عن ابي بردة النبي قال اخرجت الينا عائشة, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഞങ്ങളിലേക്ക് എടുത്തു കാണിച്ചു തന്നു. കിസാഅൻ മുലബ്ബദൻ വ ഇസാറൻ ഗലീലൻ, തുന്നിച്ചേർത്ത ഒരു വസ്ത്രവും പരുപരുത്ത ഒരു അരമുണ്ടും അരത്തുണിയും.
കിസാ അരക്ക് മേലോട്ട് ധരിക്കുന്ന വസ്ത്രം. അഅലൽ ബദൽ, കഷ്ണം വെച്ച് തുന്നിയ ഒരു കുപ്പായം അല്ലെങ്കിൽ മേൽമുണ്ട്. വഇസാറൻ ഖലീലൻ, പരുപരുത്ത ഒരു അരമുണ്ട്, അരത്തുണി. ഫഖാലത് ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൈനി, ഈ രണ്ട് വസ്ത്രങ്ങളിലായിരിക്കെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂഹ് പിടിക്കപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. حدثنا محمود بن غيلان حدثنا أبو داود عن شعبة عن الأشعث بن سليم قال سمعت عمتي, എന്റെ അമ്മായിയെ ഞാൻ കേട്ടു, തുഹദ്ദിതു അൻ അമ്മിഹാ, അവരുടെ അമ്മാവനിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട്. ഖാല ബൈനാ അന അംശി ബിൽ മദീനത്തി, ഞാനിങ്ങനെ മദീനയിലൂടെ നടക്കുമ്പോൾ, ഇദാ ഇൻസാനുൻ ഖൽഫി യഖൂലു, പിന്നിൽ നിന്നൊരാൾ വിളിച്ചു പറയുന്നു, ഇർഫ ഇസാറക, നിങ്ങളുടെ അരത്തുണി ഉയർത്തി കൊടുക്കൂ. ഫഇന്നഹു അത്ഖാ വ അബ്ഖാ, അതാണ് നിങ്ങളുടെ വസ്ത്രത്തിന് ഏറ്റവും നല്ലതും ഈട് നിൽക്കുന്നതും നിങ്ങളുടെ സൂക്ഷ്മതയ്ക്ക് നല്ലതും. അപ്പൊ ഞാൻ നോക്കി ആരാണ്? ഫൈദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു യാ റസൂലല്ലാഹി, ഓ ഹബീബായ തങ്ങളെ, ഇന്നമാ ഹിയ ബുർദത്തുൻ മൽഹാഉ, ഓ തങ്ങളെ, ഇത് കറുപ്പും വെളുപ്പും കറന്നതാണ്, ഇതിൽ വേഗം ചളിയായാൽ അറിയൂല, അല്ലെങ്കിൽ ഇത് ഈട് നിൽക്കുന്നതാണ്. ഖാല അമാലക ഫിയ ഉസ്വത്തുൻ, മോനെ, എന്നിൽ നിങ്ങൾക്കൊരു മാതൃകയില്ലേ, ഒരു ചര്യയില്ലേ? ഫനദർതു, അപ്പൊ ഞാൻ നോക്കി. ഫൈദാ ഇസാറുഹു ഇലാ നിസ്ഫി സാഖൈഹി, അവിടുത്തെ തണ്ടങ്കാലിന്റെ പകുതി വരേ ഉള്ളൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വസ്ത്ര രീതി നമുക്ക് പകർത്താനുള്ളതാണ് രീതി. അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പാലിക്കണം. എല്ലായിടത്തും അത് പറയുമ്പോൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വസ്ത്ര സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത് ഉസ്വത്തുൻ ഹസനയോട് ചേർന്ന് വിശ്വാസികൾ വരാൻ വേണ്ടിയാണ്. حدثنا سويد بن نصر حدثنا عبد الله بن المبارك عن موسى بن عبيدة عن إياس بن سلمة بن الأكوع عن أبيه قال كان عثمان بن عفان يأتذر إلى أنصاف ساقيه, അവിടുത്തെ തണ്ടങ്കാലിന്റെ പകുതി വരെ, കണങ്കാലിന്റെ പകുതി വരെയാണ് വസ്ത്രം അണിഞ്ഞിരുന്നത്. قال هكذا كانت إزرة صاحبي, ഹാക്കദാ കാനത്ത് ഇസ്റത്തു സാഹിബി, എന്റെ നേതാവിന്റെ അരത്തുണി ഇങ്ങനെയായിരുന്നു. യഅനി അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരത്തുണിയുടെ മാതൃകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്രകാരമായിരുന്നു, എന്നിട്ട് അപ്രകാരമാണ് അണിഞ്ഞിരുന്നത്. حدثنا قتيبة حدثنا أبو الأحوص عن أبي إسحاق عن مسلم بن نذير عن حذيفة بن اليمان قال أخذ رسول الله صلى الله عليه وسلم بعضلة ساقي, എന്റെ കണങ്കാലിന്റെ മാംസമുള്ള ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു, തൊട്ടു, അല്ലെങ്കിൽ എന്റെ കണങ്കാലിൽ. فقال هذا موضع الإزار വഹാദാ മൗളിഉൽ ഇസാരി, ഇവിടെയാണ് മോനെ അരത്തുണി എത്തി നിൽക്കേണ്ടത്. ഫൈൻ അബൈത ഫഅസ്ഫലു, ഇനി അത് പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ താഴാക്കിക്കോളൂ. ഫൈൻ അബൈത ഫലാ ഹഖ്ഖ ലിൽ ഇസാരി ഫിൽ കഅബൈൻ, ഞെരിയാണിക്ക് മേൽ നിന്റെ അരത്തുണിക്ക് സ്ഥാനം ഇല്ല, അപ്പൊ അതിന്റെ മേലെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ച് കാലിൽ തൊട്ട് അതിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്തു. അത് അവിടുത്തെ ഒരു താഴ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുആശറത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്.
ബാബു മാ ജാഅ ഫീ മിശ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി. എല്ലാവരും സ്വലാത്തില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി. حدثنا قتيبة بن سعيد حدثنا ابن أبي لهيعة عن أبي يونس عن أبي هريرة رضي الله عنه وعنهم قال ما رأيت شيئا أحسن من رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, സൂര്യൻ മുഖത്തുകൂടി സഞ്ചരിക്കുന്നത് പോലെ പ്രഭാവിതമാണ് അവിടുത്തെ തിരുമുഖം. വമാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മിശ്യത്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വേഗത്തിൽ നടന്നു നീങ്ങുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കഅന്നമൽ അർളു തുത്വാലഹു, ഭൂമി അവിടത്തേക്ക് ചുരുട്ടപ്പെടുന്നത് പോലെ. ഇന്നാലനുജുഹിദു അൻഫുസന, ഞങ്ങൾ വളരെ പ്രയാസപ്പെടലുണ്ട്, ഞങ്ങൾ വളരെ അധ്വാനിച്ച് നടക്കേണ്ടി വരും തങ്ങളോടൊപ്പം ചേരാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കൂട്ടി നടന്നിട്ടുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോലെയുള്ള ചുവട് വെക്കുമ്പോഴും പക്ഷേ അതിവേഗം അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നത് കാണാം. ഞങ്ങൾ കൂടെ എത്താൻ വളരെ പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ അവിടുന്ന് ഇങ്ങനെ ചടുലമായി ചടപടാ ഓടിപ്പോവാണോ? അല്ല, അവിടത്തേക്ക് വേണ്ടി ഭൂമി ചുരുട്ടപ്പെടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം അങ്ങനെയായിരുന്നു. حدثنا علي بن حجر وغير واحد قالوا حدثنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولد علي بن أبي طالب قال كان علي إذا وصف رسول الله صلى الله عليه وسلم. علي رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണം പറഞ്ഞാൽ قال كان إذا مشى تقلع كأنما ينحط في صبب, അവിടുന്ന് ഓരോ ചുവടുകളും ചടുലമായി എടുത്തു വെക്കുന്നതും ഒരു പ്രവാഹം പോലെ, ഒരു ഒഴുക്ക് പോലെ, ഒരു ഉയരത്തിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു. ആദ്യം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ഭാവത്തെക്കുറിച്ച് മൊത്തം പറഞ്ഞപ്പോൾ ഈ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. حدثنا سفيان بن وكيع حدثنا أبي عن المسعودي عن عثمان بن مسلم بن هرمز عن نافع بن جبير بن مطعم عن علي رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا مشى تكفأ تكفؤا كأنما ينحط من صبب. അവിടെ നടക്കുമ്പോൾ മുന്നോട്ടൊരായൽ ഒരു പ്രവാഹം പോലെയായിരുന്നു, ഒരു ഒഴുക്ക് പോലെയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു മാ ജാഅ ഫീ തഖന്നുഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തട്ടം കൊണ്ട് തല മറച്ചിരുന്നത്, അഥവാ എണ്ണയിടുന്ന സമയത്ത് എണ്ണ തലപ്പാവിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം തുണി കൊണ്ട് തല മറക്കും. ചിലപ്പോൾ തലപ്പാവിന്റെ മേലെ ഒരു ത്വൈലസാൻ ഇട്ട് രണ്ട് സൈഡിലും കൂടി ചുറ്റി മറച്ചു വെക്കും. തഗ്തിയത്തുർ റഅസി ബിത്റഫിൽ അമാമതി, അങ്ങനെയും ചെയ്യും. ചിലപ്പോൾ തലപ്പാവിന്റെ അടിയിൽ തലപ്പാവിൽ എണ്ണ പറ്റാതിരിക്കാനും കഷ്ണം തുണി കൊണ്ട് തല മറക്കും, തല പൊത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എണ്ണ ലേപനം ചെയ്യുന്ന കാര്യം പറഞ്ഞ അധ്യായത്തിൽ വന്നിട്ടുണ്ട്.
حدثنا يوسف بن عيسى أخبرنا وكيع أخبرنا الربيع بن السبيح عن زيد بن أبان أن أنس بن مالك رضي الله عنه وعنهم قال كان رسول الله صلى الله عليه وسلم يكسر القناع كأن ثوبه ثوب زيات. എണ്ണക്കാരന്റെ വസ്ത്രം പോലെ ഉണ്ടാവും. എണ്ണ തേച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം എടുത്ത് തല മറക്കാറുണ്ട്. ബാബു മാ ജാഅ ഫീ ജിൽസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا عبد بن حميد أخبرنا عفان بن مسلم أخبرنا عبد الله بن حسان عن جدته عن قيلة بنت مخرمة أنها رأت رسول الله صلى الله عليه وسلم في المسجد وهو قاعد القرفصاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തത്തെക്കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്നത് കണ്ടു. കാലിന്മേൽ ഇരുന്ന്, കാൽപാദത്തിന്മേൽ ഇരുന്ന് കൈകൊണ്ട് മുട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇരുത്തം. മുഹ്തബീബി യദൈഹി ബിസ്സൗബി فلما رأيت النبي صلى الله عليه وسلم المتخشع في الجلسة ورعدت من الفرق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താഴ്മയോടെ അള്ളാഹുവിനോടുള്ള വിനയത്തോടെ വളരെ ശാന്തമായി ആ ഇരിക്കുന്ന ഇരുത്തം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. അർറജ്ഫത്തു വൽ ഇൽതിറാബു. അപ്പോൾ ഖൈലത്ത് ബിൻത് മഖ്റമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന ഇരുത്തം കണ്ട രീതി, വഹുവ ഖാഇദുൻ അൽ ഖുർഫുസാഅ, ഇരുന്ന് കാൽ നിവർത്തി വെച്ച് മുട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരുത്തം. حدثنا سعيد بن عبد الرحمن بن المخزومي وغير واحد قالوا أخبرنا سفيان عن الزهري عن عباد بن تميم عن عمه أنه رأى النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. മുസ്തൽഖിയൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ കിടക്കുന്നതായിട്ട്, വാദിഅൻ ഇഹ്ദാ റിജ്ലൈഹി അലൽ ഉഖ്റാ, ഒരു കാലിന്മേൽ മറുകാൽ അടുത്ത കാൽ കയറ്റി വെച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു. حدثنا سلمة بن الشبيب حدثنا عبد الله بن إبراهيم المديني حدثنا إسحاق بن محمد الأنصاري عن ربيح بن عبد الرحمن بن أبي سعيد عن أبيه عن جده أبي سعيد الخدري رضي الله عنه وعنه كان رسول الله صلى الله عليه وسلم إذا جلس في المسجد, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരുന്നാൽ ഇഹ്തബാ ബിയദിഹി, കൈകൊണ്ട് ഇങ്ങനെ കാൽ ചുറ്റിപ്പിടിച്ചിരിക്കും. ബാബു മാ ജാഅ ഫീ തുഖഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരിയിരുത്തം. حدثنا عباس بن محمد الدوري أخبرنا إسحاق بن منصور عن إسرائيل عن سماك بن حرب عن جابر بن سمرة رضي الله عنهم قال رأيت رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു, മുത്തക്കിഅൻ അലാ വിസാദത്തിൻ അലാ യസാരിഹി, ഇടത് സൈഡിൽ ഒരു തലയിണയിന്മേൽ ആസ്പദിച്ചുകൊണ്ട്, താങ്ങിക്കൊണ്ട്. സാധാരണ നമ്മളെ മജ്ലിസുകളിലൊക്കെ ഇടുന്ന കുഷ്യൻ, റൗണ്ട് തലയണ മാതിരിയുള്ളത്, അല്ലെങ്കിൽ അന്ന് അതിന് സമാനമായുള്ളത്. حدثنا محمد بن مسعدة أخبرنا بشر بن المفضل أخبرنا سعيد بن إياس الجريري عن عبد الرحمن بن أبي بكرة عن النبي قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഹദ്ദിസുക്കും ബി അക്ബരിൽ കബായിരി, വൻകുറ്റത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഖാലു ബലാ യാ റസൂലല്ലാഹ്,
അതേ ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഇശ്റാഖു ബില്ലാഹി അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഖാല വജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. വകാന മുത്തഖിഅൻ, അവിടുന്ന് തലയിണയിന്മേൽ ആസ്പദിച്ചിരിക്കുകയായി. ഖാല വശഹാദത്തു സൂർ, കള്ളസാക്ഷിത്വം. ഔ ഖൗല സൂർ, അല്ലെങ്കിൽ വ്യാജവാക്ക്, അല്ലെങ്കിൽ കള്ളസാക്ഷിത്വത്തിന്റെ വാക്ക്. ഖാല ഹത്താ ഖുൽനാ ലൈതഹു സക്കത, പഠിച്ചോനെ ബേജാറാകുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബേജാറായി പോവല്ലോ, ബേജാറ് കൂടിപ്പോവല്ലോ, അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പറയുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റിപ്പീറ്റ് ചെയ്തു, ആവർത്തിച്ചു. حدثنا قتيبة بن سعيد حدثنا شريك عن علي بن الأقمر عن أبي جحيفة قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അന ഫലാ ആകുലു മുത്തക്കിഅൻ, ഞാൻ ചാരിക്കിടന്നുകൊണ്ട് ഭക്ഷിക്കുകയില്ല, നേരെ ഇരുന്നേ ഭക്ഷിക്കുള്ളൂ. حدثنا محمد بن بشار أخبرنا عبد الرحمن بن مهدي أخبرنا سفيان عن علي بن الأقمر قال سمعت أبا جحيفة يقول, അബൂ ജുഹൈഫത്ത് എന്നവർ പറയുന്നത് കേട്ടു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ആകുലു മുത്തക്കിഅൻ, ഞാൻ ചാരിക്കിടന്നുകൊണ്ട് അല്ലെങ്കിൽ സൈഡിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയില്ല. حدثنا يوسف بن عيسى حدثنا وكيع حدثنا إسرائيل عن سماك بن حرب عن جابر بن سمرة قال رأيت رسول الله صلى الله عليه وسلم متكئا على وسادة, ഒരു തലയിണയിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്പദിച്ച് ചാരിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഖാല അബൂ ഈസ തുർമുദി റളിയല്ലാഹു അൻഹു പറയാണ്, ലം യദ്കുർ വക്കീഉൻ വഹക്കദാ റവാ ഗൈറു വാഹിദിൻ അൻ ഇസ്രാഈല നഹ്വ റിവായത്തി വക്കീഇൻ, വക്കീ എന്നവരുടെ റിവായത്തിന് തുല്യമായത് ഒന്നിലേറെ ആളുകൾ ഇസ്രായേൽ എന്നവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലാ നഅലമു അഹദൻ റവാ ഫീഹി, അവരിൽ ആരുടെ റിപ്പോർട്ടിലും വന്നതായി അറിവില്ല, അലാ യസാരിഹി, ഇടതു സൈഡിലേക്ക് എന്ന പ്രയോഗം. ഇല്ലാ മാ റവാ ഇസ്ഹാഖ് ബിൻ മൻസൂർ അൻ ഇസ്രാഈല, ഇസ്ഹാഖ് ബിൻ മൻസൂർ എന്നവർ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത നിവേദനത്തിൽ ഒഴികെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇരുത്തത്തിന്റെ ഭാവം, ഇതിന്റെ എല്ലാം ചെറിയ സൂചനകൾ നൽകുന്നത് അതുപോലും സ്വഹാബത്ത് പകർത്തി അവർ ലോകത്തിന് മുമ്പ് പറഞ്ഞു കൊടുത്തു. ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് അതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് എത്രമാത്രം പിന്തുടർന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തു. അവിടുത്തെ ജീവിതത്തിന്റെ ഏതെല്ലാം അധ്യായങ്ങളെ അവർ കൈമാറിത്തന്നു. റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദി മിൻഹും അജ്മഈൻ. ബാബു മാ ജാഅ ഫീ ഇത്തികാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്ങിയിരുന്നത്, അഥവാ ഒരാൾ മറ്റൊരാളെ അവലംബിച്ചുകൊണ്ട് നടക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, ഒരാളെ തോളിൽ കൈവച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവലംബം. حدثنا عبد الله بن عبد الرحمن أخبرنا عمرو بن عاصم أخبرنا حماد بن سلمة عن حميد عن أنس رضي الله عنه وعنهم أن النبي صلى الله عليه وسلم كان شاكيا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായി. فخرج يتوكل على أسامة بن زيد, ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിക്കൊണ്ട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ ആസ്പദിച്ചുകൊണ്ട് തങ്ങൾ പുറപ്പെട്ടു. വഅലൈഹി സൗബുൻ ഖത്തരിയുൻ ഖത്തവശഹി, ഖത്തരിയായ
ഈ റിവായത്ത് കടന്നുപോയിട്ടുണ്ട്. ബഹ്റൈനിലെ ഒരു പ്രവിശ്യ അല്ലെങ്കിൽ യമനിൽ നിന്ന് നിർമ്മിതമായ പ്രത്യേകമായ ഒരു വസ്ത്രം. അതുകൊണ്ട് മേലെ അണിഞ്ഞിട്ടുണ്ട്. ഫസല്ലാ ബിഹിം, എന്നിട്ട് സ്വഹാബത്തിന് ഇമാമായി നിസ്കരിച്ചു. حدثنا عبد الله بن عبد الرحمن أخبرنا محمد بن مبارك حدثنا عطاء بن مسلم الخفاف حدثنا جعفر بن برقان عن عطاء بن أبي رباح رضوان الله تعالى عن كل واحد منهم أجمعين عن الفضل بن عباس قال دخلت على رسول الله صلى الله عليه وسلم في مرضه الذي توفي فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രോഗത്തിൽ കിടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. വഅലാ റഅസി ഇസ്വാബത്തുൻ സഫറാഉ, അവിടുത്തെ ശിരസിൽ ഒരു മഞ്ഞ ഒരു കെട്ടുണ്ട്, ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഖിർഖത്തുൻ, ഒരു തുണിക്കഷ്ണം. ഫസല്ലംതു അലൈഹി, ഞാൻ സലാം ചൊല്ലി. ഫഖാല യാ ഫളലു, ഓ ഫളലേ. ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്ക് ഉത്തരം ചെയ്തു. ഉഷ്ദുദ് ബിഹാദിഹിൽ ഇസ്വാബത്തി റഅസി, ഈ തലയിൽ കെട്ടിയിരിക്കുന്ന ഈ കെട്ട് ഒന്ന് മുറുക്കിയേ, നന്നായി കെട്ട്. ഖാല ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. സുമ്മ ഖഅദ, പിന്നെ എഴുന്നേറ്റിരുന്നു. ഫവളഅ കഫ്ഫഹു അലാ മൻകിബി, അവിടുത്തെ കരം, അവിടുത്തെ കൈവെള്ള എന്റെ ചുമലിലേക്ക് വെച്ചു. സുമ്മ ഖാമ, എന്നിട്ട് എഴുന്നേറ്റു. വദഖല ഫിൽ മസ്ജിദി, എന്നിട്ട് പള്ളിയിൽ പ്രവേശിച്ചു. അപ്പൊ തോളിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് തോളിൽ പിടിച്ചുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോയി. വഫിൽ ഹദീസി ഖിസ്സത്തുൻ, നീണ്ട ഹദീസിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. അവ അങ്ങനെ സ്വഹാബത്തിനെ ആസ്വദിച്ച് പോയ സംഭവങ്ങൾ. അവ ആരാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. ഒരു നേതൃത്വത്തിന്റെ ചരിത്രത്തിൽ ഒരധ്യായവും ലോകത്ത് ലഭിക്കാതെ പോയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു മാ ജാഅ ഫീ സിഫത്തി അക്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം കഴിക്കൽ. حدثنا محمد بن بشار أخبرنا عبد الرحمن بن مهدي عن سفيان عن سعيد بن إبراهيم بن عبد الرحمن بن عوف الزهري عن ابن لكعب بن مالك عن أبيه أن النبي صلى الله عليه وسلم كان يلعق أصابعه ثلاثا. അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ 3 പ്രാവശ്യം ഈമ്പുമായിരുന്നു. قال أبو عيسى وروى غير محمد بن بشار هذا الحديث قال وكان يلعق أصابعه الثلاثة, അവിടുത്തെ 3 വിരലുകൾ ഈമ്പുമായിരുന്നു എന്നാണ് ആ റിവായത്ത്. حدثنا الحسن بن علي الخلال حدثنا عفان وحدثنا حماد بن سلمة عن ثابت عن أنس بن مالك رضي الله عنه وعنه قال كان رسول الله صلى الله عليه وسلم أكل طعاما, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം إذا أكل طعاما ഭക്ഷണം കഴിച്ചാൽ لعق أصابعه الثلاثة, 3 വിരലുകൾ ഈമ്പുമായിരുന്നു. 3 വിരൽ ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. حدثنا الحسين بن علي الصدائي البغدادي حدثنا يعقوب بن إسحاق يعني الحضرمية حدثنا شعبة عن سفيان الثوري عن علي بن الأقمر عن نبي جحيفة قال قال رسول الله صلى الله عليه وسلم أما أنا فلا آكل متكئا, ഞാൻ ചാരിയിരുന്ന ഭക്ഷണം കഴിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. حدثنا محمد بن بشار أخبرنا عبد الرحمن بن مهدي أخبرنا سفيان عن علي بن الأقمر نحوه سمعنا ما رواية. حدثنا هارون بن إسحاق الهمداني حدثنا عبدة بن سليمان عن هشام بن عروة عن ابن لكعب بن مالك عن نبيه كعب بن مالك തങ്ങളുടെ മകൻ കഅബ് ബിൻ മാലിക്കിൽ നിന്ന് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅക്കുലു ബിഅസാബിഹി الثلاث ويلعقهن, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരൽ കൊണ്ട് ഭക്ഷിക്കുകയും ആ 3 വിരലുകളും ഈമ്പുകയും ചെയ്യുമായിരുന്നു.
حدثنا أحمد بن منيع حدثنا الفضل بن دكين حدثنا مصعب بن سليم قال سمعت أنس بن مالك يقول അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു, ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിതംറിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാരക്ക കൊണ്ടുവരപ്പെട്ടു. കാരക്ക എത്തി. ഫറഅയ്തുഹു യഅകുലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. വഹുവ മുഖഇൻ, ഇടത്തെ കാൽപാദത്തിന്റെ മേലെ ഇരുന്ന് വലത്തെ കാൽ ഉയർത്തി നാട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നോട്ട് ചാഞ്ഞ് ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുന്നത് ഞാൻ കണ്ടു. ബാബു മാ ജാഅ ഫീ സിഫത്തി ഖുബ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൊട്ടി, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഹദീസിൽ വായിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും പകർത്താനും അവിടുത്തോട് ഇത്തിബാഉകൾ നിലനിർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല നിറച്ചു തരട്ടെ. ഒരുപാട് മുസീബത്തുകൾ കൊണ്ട് ലോകത്തെ ആളുകൾ വിഷമിക്കുന്ന ഈ സമയത്ത് അല്ലാഹു തആല നമുക്കെല്ലാം സലാമത്തും കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واجعلنا من المحبين الصادقين يا رب العالمين. صلى الله عليه وسلم.